എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഷ്യൻറ്റ് വുഡ് ടിപ്പിക്കലി റിക്വയർ റിവേഴ്സ് ഐസൊലേഷൻ? ഓപ്ഷൻസ്: എ പേഷ്യൻറ്റ് വിത്ത് ട്യൂബർകുലോസിസ്, എ പേഷ്യൻറ്റ് വിത്ത് HIV or AIDS, എ പേഷ്യൻറ്റ് വിത്ത് സിവിയർ ബേൺ, എ പേഷ്യൻറ്റ് വിത്ത് മെനിഞ്ചൈറ്റിസ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട റൈറ്റ് ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ഐസൊലേഷൻ, എന്താണ് റിവേഴ്സ് ഐസൊലേഷൻ, എന്താണ് ക്വാറന്റൈൻ? കോവിഡ് കാലയളവിൽ ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക് ഡിഫറൻസ് കൃത്യമായിട്ടും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ പോൾ ഗ്രൂപ്പിലേക്ക് ഇട്ട് തരുന്ന സമയത്ത് ഡിഫറൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സും ഒപ്പീനിയനും വരുന്നത്. വളരെ ഷാർപ്പായിട്ട് എല്ലാവരും തന്നെ റൈറ്റ് ആൻസർ സെലക്ട് ചെയ്യാത്തത് അതിന് കാരണമാണ്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ വരുന്നത്. എന്താണ് ഐസൊലേഷൻ? ഐസൊലേഷനെ ബന്ധപ്പെട്ട് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. വളരെ കമ്മ്യൂണിക്കബിലിറ്റി എന്നാണ് പറയുന്നത്. കമ്മ്യൂണിക്കബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു രോഗം മറ്റൊരാളിലേക്ക് പകരാനുള്ള സാധ്യതയാണ്. അതിൻ്റെ ഒരു മാക്സിമം ഇൻഫെക്റ്റിവിറ്റി പീരീഡിനെ നമുക്ക് ജനറേഷൻ ടൈം എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ ഒരു രോഗം മറ്റുള്ള ഒരാളിലേക്ക് പടരാൻ സാധ്യതയുള്ള പീരീഡിൽ ആ പേഷ്യൻറ്റിനെ ഐസൊലേറ്റ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വ്യക്തിയെ ഒരു പ്രത്യേക എൻവയോൺമെൻറ്റിൽ മറ്റ് ഉള്ള ആൾക്കാരുമായിട്ട് കോണ്ടാക്റ്റ് വരാത്ത ഒരു പ്രത്യേക എൻവയോൺമെൻറ്റിൽ, അത് റൂമിൽ തന്നെ അടച്ചിരിക്കണമെന്നില്ല, അതൊരു വീടിനുള്ളിലാവാം അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ കീപ്പ് ചെയ്യുന്നതിനെയാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് കാര്യമായിട്ടൊന്നും പറയാനില്ല, അത് തന്നെ അതിൻ്റെ മീനിങ്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ക്വാറന്റൈൻ? ക്വാറന്റൈൻ എന്ന് പറയുന്നതും ആൾക്കാർക്ക് അറിയാം. പക്ഷേ ക്വാറന്റൈനും റിവേഴ്സ് ഐസൊലേഷൻ തമ്മിലുള്ള വ്യത്യാസമാണ് മനസ്സിലാകാത്തത്, അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തത്. ക്വാറന്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രോഗമില്ലാത്ത ആൾക്കാർ ഇതേപോലെ ഒളിച്ചിരിക്കുന്നു, നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് അല്ലേ. രോഗത്തിൻ്റെ ഒരു എക്സ്പോഷറിലേക്ക് വന്നിട്ടുള്ള ആൾക്കാർ നിലവിൽ രോഗമില്ല, അവർക്ക് രോഗം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻക്യുബേഷൻ പീരീഡിന് തുല്യമായ പീരീഡിൽ അവരെ ഐസൊലേറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തെയാണ് നമ്മൾ ക്വാറന്റൈൻ എന്ന് പറയുന്നത്. അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ഈ പറഞ്ഞ രോഗിയായിട്ടോ അല്ലെങ്കിൽ രോഗാവസ്ഥയായിട്ടോ എക്സ്പോഷർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സമീപഭാവിയിൽ അവർക്ക് രോഗം വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അവർ വീണ്ടും കമ്മ്യൂണിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാരിലേക്ക് രോഗം പടരാൻ കാരണമാകും. അതുകൊണ്ട് അത്തരത്തിലുള്ള ആൾക്കാരെ താൽക്കാലികമായിട്ട് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നതിനെയാണ് ക്വാറന്റൈൻ എന്ന് പറയുന്നത്. ഇനിയാണ് റിവേഴ്സ് ഐസൊലേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. റിവേഴ്സ് ഐസൊലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഓർക്കേണ്ടത്, അവർ എക്സ്പോഷർ എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല. അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ നിലവിൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആണ്. ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ്. അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ പേഷ്യൻസ് സാധാരണയായിട്ട് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് മെഡിക്കേഷൻസ് എടുക്കുന്ന സാഹചര്യത്തിൽ വരാം. ഏതെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റിറോയിഡ് എടുക്കുന്ന സാഹചര്യമാണെങ്കിൽ വരാം. HIV AIDS പോലുള്ള സാഹചര്യം നിങ്ങൾക്കറിയാം. HIV ഏജൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ WBCയിൽ തന്നെ അതിൽ ലിംഫോസൈറ്റിലെ T ലിംഫോസൈറ്റിനെയാണ് അത് ആക്രമിക്കുന്നതും ഇല്ലാതാക്കുന്നതും. നിങ്ങൾ CD4 കൗണ്ട് നോക്കുന്നതൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അറിയാമായിരിക്കും. അപ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ പൂർണ്ണമായിട്ടും ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഏജൻ്റാണ് HIV എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും HIV എന്ന് പറയുന്ന രോഗം വരുമ്പോൾ അവിടെ ഇമ്മ്യൂണിറ്റി ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ആൾക്കാരെ അവർക്ക് എക്സ്പോഷർ ഒന്നും വന്നിട്ടില്ല എങ്കിൽ പോലും ഇത്തരം രോഗാവസ്ഥ സമൂഹത്തിൽ കമ്മ്യൂണിറ്റിയിൽ നിലനിൽക്കുന്ന സമയത്ത് ഐസൊലേറ്റ് ചെയ്യാറുണ്ട്. അവർക്ക് രോഗം പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് അവരെ താൽക്കാലികമായിട്ട് ഐസൊലേറ്റ് ചെയ്യാറുണ്ട്. ആ ഒരു ഏരിയയിൽ അതിലത്തെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇവരോട് കൂടി നമ്മൾ പുറത്ത് ഇറങ്ങണ്ട എന്നുള്ള രീതിയിലേക്ക് നിർദ്ദേശം കൊടുക്കാറുണ്ട്. അപ്പോൾ അതാണ് റിവേഴ്സ് ഐസൊലേഷൻ. അവിടെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് എന്ന് പറയുന്ന ടൈം വ്യക്തമായിട്ട് മനസ്സിലുണ്ടാവണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഓപ്ഷൻസിലേക്ക് നോക്കുന്ന സമയത്ത് ഏത് കണ്ടീഷൻസാണ് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് സ്റ്റേജ് ക്രിയേറ്റ് ചെയ്യുന്നതിന് കണ്ടുപിടിക്കണം. അവിടെയൊക്കെ നോക്കുന്ന സമയത്ത് ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷനാണ്, തീർച്ചയായിട്ടും ഇമ്മ്യൂണിറ്റിക്ക് കുറവ് വരാം. പക്ഷേ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് രോഗം എന്നുള്ള രീതിയിലല്ല നമ്മളത് പഠിച്ചിരിക്കുന്നത്. അതേസമയം AIDS അല്ലെങ്കിൽ HIV ഞാൻ പറഞ്ഞു, അത് തീർച്ചയായിട്ടും അതെങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു, T സെല്ലിനെ അറ്റാക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്.
ദെൻ ബെയിൻസിൻ്റെ കേസിലും ഇമ്മ്യൂണിറ്റിക്ക് അത് വേരിയേഷൻ വരാം, പക്ഷേ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് സ്റ്റേജ് ഒരു കാലത്തും പ്രെഡിക്റ്റ് ചെയ്തിട്ടില്ല. മെനിഞ്ചൈറ്റിസും അതേപോലെ തന്നെ. അപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നത് എ പേഷ്യൻ്റ് വിത്ത് HIV ഓർ എയ്ഡ്സ് എന്നുള്ളതാണ്. കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ വളരെ കുറച്ച് സമയം കൂടുതൽ കാര്യങ്ങൾ. താങ്ക് യു.